നമസ്തേ. പതിനായിരക്കണക്കിന് വർഷമായി ഈ ലോകത്ത് നിലനിൽക്കുന്ന ഹിന്ദു ധർമ്മത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും പ്രസിദ്ധവുമായ ആരാധനാ പദ്ധതി ഏതാണ് എന്നറിയാമോ? സംശയമില്ല, പെൺ ദൈവത്തെ അടിസ്ഥാനമാക്കിയുള്ള ആരാധന തന്നെയാണ്. മസ്ജിദിനുള്ളിലോ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഈ കാലത്തും പെണ്ണിനെ ശ്രീകോവിലിനുള്ളിൽ ദൈവമായി പ്രതിഷ്ഠിച്ച നവോത്ഥാനം ഹിന്ദുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതും വിവിധ രൂപത്തിൽ, വിവിധ ഭാവത്തിൽ, വിവിധ വർണ്ണങ്ങളിൽ. ബാലികയായ ബാല ത്രിപുരസുന്ദരിയെ, കന്യകയായ കന്യാകുമാരിയെ, ഗൃഹസ്ഥയായ പാർവതി ദേവിയെ, രാജ്ഞിയായ ശ്രീ രാജരാജേശ്വരി മഹാഭട്ടാരികയെ, എന്തിനേറെ വിധവയായ ധുമാവതിയെ പോലും നാം ആരാധിക്കുന്നു. ഈ സ്ത്രീ ആരാധന തന്നെയാണ് ഹിന്ദു സമൂഹത്തിൻ്റെ നിലനിൽപ്പും. അമ്മയിലാണ് അവൻ്റെ കുടുംബം കേന്ദ്രീകരിക്കപ്പെട്ട് നിൽക്കുന്നത്. ലോകത്ത് മറ്റേതു മതത്തിലുണ്ട് സ്ത്രീ ആത്മീയാചാര്യന്മാർ? ലോകത്ത് എവിടെയുണ്ട് മുക്കിലും മൂലയിലും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി സ്ത്രീകൾ മതഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത്? ലോകത്തെവിടെയുണ്ട് സ്ത്രീയുടെ നാമങ്ങൾ മാത്രം അന്തരീക്ഷത്തിൽ അലയടിക്കുന്ന നവരാത്രി പോലെ ഒരു വലിയ മഹോത്സവം? എവിടെയുമില്ല. ഇതൊക്കെ ഈ മണ്ണിനു മാത്രം അവകാശപ്പെട്ടതാണ്. സത്യത്തിൽ വർണ്ണവിവേചനത്തിനെതിരെ, സ്ത്രീ പീഡനത്തിനെതിരെ, സ്ത്രീ ശാക്തീകരണത്തിനായി പോരാടുന്ന ഇന്നത്തെ ലോകത്തിന് മാതൃക നമ്മുടെ ധർമ്മദൈവ സങ്കല്പം തന്നെയാണ്. പുലയർ, നായർ, ഈഴവർ എന്നിങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ നമ്മുടെ കേരളത്തിലെ സമസ്ത ഹിന്ദുക്കളുടെയും ഭരദൈവം. ആ ദൈവം ഒരു പെണ്ണാണ്. അവളുടെ നിറം കറുപ്പാണ്. അവൾ അർത്ഥനഗ്നയാണ്. നെറ്റി ചുളിയേണ്ട. നഗ്നത എന്നാൽ ലൈംഗികത മാത്രമല്ല, മാതൃത്വമാണ്, ഈശ്വരീയതയാണ്. അവൾ ശത്രുവിന് മുന്നിൽ ഭയപ്പാടോടുകൂടി തലകുനിച്ചു നിൽക്കുന്നവളല്ല. പള്ളിവാളുകൊണ്ട് ശത്രുവിന്റെ കഴുത്ത് വെട്ടി അവന്റെ ചുടുരക്തം പാനം ചെയ്ത് ആർത്തട്ടഹസിച്ച് പോരിൽ കലിപൂണ്ട പോർക്കലിയായി തന്റെ കാൽച്ചിലമ്പ് ഇളക്കി നൃത്തമാടുന്ന പെണ്ണൊരുത്തിയാണ് അവൾ. അവൾ അബലയല്ല, അജയ്യയാണ്. അവളാണ് മഹത്തായ ഈ കുലത്തിന്റെ കാവൽക്കാരി, കുലദേവത. സ്വന്തം ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു ഹിന്ദു പോരാടുമ്പോൾ ആ ധർമ്മം അവളുടെ രൂപത്തിൽ അവനെ സംരക്ഷിക്കുന്നു എന്നാണ് ഗുരുവചനം. അമ്മ മഹാകാളി ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഹിന്ദുക്കൾക്കും നവരാത്രി ആശംസകൾ.